എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഞാനിന്ന് വിളവെടുപ്പ് വീഡിയോ ഒന്നല്ല, ഞാൻ വിത്ത് പാവി മുളപ്പിച്ച് എങ്ങനെയാണ് അത് നട്ട് പച്ചക്കറികൾ വിളവെടുക്കണം എന്നുള്ള രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്ന രീതി നമ്മുടെ ഏതൊരാൾക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള രീതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. വളരെ ലോ കോസ്റ്റായിട്ട് തന്നെ നമുക്ക് ഏത് പച്ചക്കറിയും നമ്മുടെ വീട്ടിൽ ചെയ്യാമെന്ന് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വീട്ടിൽ പാല് മേടിക്കുന്ന കവറ് ഞാൻ കളയാറില്ല. അതിൻ്റെ മേൽഭാഗം മൊത്തം വെട്ടിയിട്ട് ഇത് കണ്ട മണ്ണും മണലും മറ്റേ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് എല്ലാം നിറച്ച് വെച്ചേക്കണം. ഞാൻ അങ്ങനെ നിറച്ച് വെച്ച പാക്കറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നമുക്ക് വിത്ത് പാവാം. ഇത് ഇവിടെ ഉണ്ടായ റെഡ് വെണ്ടയുടെ വിത്താണ്. അപ്പോൾ ഞാനത് റെഡ് വെണ്ട വിത്തുകളും ആനക്കൊമ്പൻ വെണ്ട വിത്തുകളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. നമ്മൾ ഏതെടുത്താലും അതിൻ്റെ ആദ്യത്തെ കായ്ബലം ഞാൻ വിത്തിന് വേണ്ടി തന്നെ എടുക്കാറുണ്ട്. കാരണം നന്നായി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. സൂഡോമോണസ് കലക്കിയ വെള്ളമാണ്. സൂഡോമോണസ് ലൈനിയിൽ അതിരാവിലെ ഞാൻ ഇട്ട വിത്താണ്. അപ്പോൾ ഇപ്പോൾ നടാറായിട്ടുണ്ട്. ഇത് സൂഡോമോണസാണ്. സൂഡോമോണസ് നമുക്ക് എല്ലാ വളക്കടയിലും കിട്ടും. അപ്പോൾ അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലിയാണ് എടുക്കാറ്. ഇതിപ്പോൾ നമ്മൾ അത്ര അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചെടുത്തിട്ട് ഏകദേശം നമുക്കറിയാമല്ലോ, ഇത് അധികമായി പോകാത്ത രീതിയിൽ കലക്കി ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. ഇനി നമുക്ക് ഈ വിത്ത് പാകാം. ഇത് കണ്ട, ഇതിപ്പോൾ ആ വെണ്ട വിത്തുകൾ നമുക്ക് 3 or 4 ഒക്കെ ഇതിൽ നടാട്ടോ. എന്നിട്ട് ഇത് ഒന്ന് തണലത്തെടുത്ത് വെച്ചേക്കണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ 4 വെച്ചൊക്കെ നട്ടാൽ മതി. വിത്ത് നട്ടതിന് ശേഷം ഈ സൂഡോമോണസ് ലൈൻ നമുക്കൊന്ന് തെളിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളമായാലും നമ്മുടെ വെള്ളം തെളിച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതൊന്ന് ഒരരികത്തേക്ക് അധികം വെയിലില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അതുപോലെ ഞാൻ വിത്ത് പാകി മുളപ്പിച്ചേക്കണതാണ് ഇതൊക്കെ. അതേ കണ്ട പയർ ഇച്ചിരി വലുതായി പോയിട്ടത്. ഇതിപ്പോൾ നല്ലോണം വലുതായി വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് നല്ലൊരു ഇനം പയറാണ്, വയലറ്റ്. അപ്പോൾ അത് ഞാൻ നടന രീതി നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ചാക്കാണ്. ഞാൻ ചാക്ക് കട്ട് ചെയ്ത് എടുത്ത് അതിൽ നിറച്ച് കരിയില ഇട്ട് വെച്ചതാണ്. ഈ കരിയില ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ മണ്ണും മറ്റേ കോക്കോപ്പിറ്റും ചാണാപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും. അതിൽ നമ്മൾ സാധാരണ മണ്ണിടും. ഇപ്പോൾ മെയിനായിട്ട് കരിയില ഇടണത് ഇത് വേര് പെട്ടെന്ന് നല്ലോണം ഇതാവും, മണ്ണ് കട്ടയാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് വെയിറ്റ് ഇല്ലാണ്ട, ഒരു ഇതുപോലും വെയിറ്റ് ഇല്ലാത്തതാണ്. ഇതിപ്പോൾ മണ്ണും മണലും കൂടിയുള്ള മിക്സാണ്. അത് നമ്മളിട്ട് നിറക്കാൻ പോണത്. ഇപ്പോൾ ഞാൻ ആ കരിയിലയുടെ മുകളിലേക്ക് ആ മിക്സ് ഇട്ട് അതിന് ശേഷം ഈ PVC പൈപ്പാണ് മാറ്റണം. അപ്പോൾ അവിടെ ഓൾറെഡി ഈ ഗ്രോ ബാഗ് ഇത് വെക്കാനുള്ള കുഴി ഉണ്ടാവും. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നടാം. ഇതിപ്പോൾ ഒന്നുമില്ല, ഇത്ര അതിൻ്റെ പേരിൽ ഉണ്ടോ വേരൊക്കെ പിടിച്ച് നല്ലോണം ഇരിക്കണതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഇതിപ്പോൾ വേരൊക്കെ നല്ലോണം വന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടോ, ഇത് ഇങ്ങനെ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് കുറച്ച് വളമാണ്. ആട്ടുംകാട്ടം, അതുപോലെ ചകിരിച്ചോറുണ്ട്, പിന്നെ ചാണകപ്പൊടി ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് വെച്ച് മിക്സ്. ഇനി ഇതിപ്പോൾ പെട്ടെന്നൊന്നും ഇതിന് വളമിടേണ്ട കാര്യമില്ല. ഈ മിക്സ് ഇട്ട് നമ്മൾ വെക്കുകയാണ്. ഇതിൽ എല്ലുപൊടി ഉണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് താഴണതിനനുസരിച്ച് കുറച്ച് മണ്ണും വളവും കൂടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. കാരണം കരിയില വെള്ളമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒന്നങ്ങടെ അമരും. നല്ലൊരു കരിയില കമ്പോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഏത് ചെടി നട്ടാലും നമ്മൾ ഒരു നേരം എന്തായാലും ഒന്ന് നോക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യണം. ഇതുപോലെ ഞാൻ നടാൻ വേണ്ടിയിട്ട് ചവറും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കണതാണിത്. ഇതിലാണ് ഇനി നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യണം. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.